2003 ഒരു ടെലിവിഷൻ ഷോയിലൂടെ നമ്മുടെയൊക്കെ മുൻപിലേക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു പെൺകുട്ടി. അതായത് നമ്മൾ ആദ്യം ആ പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതാരാണ് എന്ന്, അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തുമോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ ജസ്റ്റ് സിനിമ കാണുന്നു, ആളുടെ ഷോ കാണുന്നു. അധികം ആളുകളും ഒന്നും ശ്രദ്ധിക്കാതെ പോയൊരു പെൺകുട്ടി. ആ TV ഷോയിലൂടെയാണ് സിനിമാ ജീവിതം എന്ന കരിയർ തുടങ്ങുന്നത്. അതായത് രാപ്പകൽ എന്ന സിനിമയിൽ ആ പെൺകുട്ടിക്ക് ഒരു വേഷം ലഭിക്കുകയും അവിടെ നിന്ന് മലയാള സിനിമയിലേക്ക് ചെറിയ ചെറിയ വേഷങ്ങളിലേക്ക് അഭിനയിക്കാൻ അവസരങ്ങൾ തേടിയെത്തുകയും ആ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ ഒരു ഇടം പിടിക്കാനായിട്ട് ഈ നായികയ്ക്ക് കഴിയുകയും ചെയ്യുന്നു. എന്നാൽ മലയാള സിനിമയിൽ ആ സമയത്ത് കത്തി നിൽക്കുന്ന മറ്റ് താരങ്ങളുടെ ഒപ്പം എത്താനായിട്ട് ഈ പെൺകുട്ടിക്ക് കഴിയുന്നില്ല. അതിനാൽ തന്നെ പുതിയൊരു ചുവടുവെപ്പായിട്ട് തമിഴ് ലോകത്തിലേക്ക്, അതായത് തമിഴ് സിനിമാ ലോകത്തിലേക്ക് ഈ പെൺകുട്ടി വല്ലവൻ എന്ന് പറയുന്ന സിനിമയിലൂടെ എത്തുകയും ആ സിനിമയിൽ നിന്ന് കരിയർ ഒരു മികച്ച ഒരു ഗ്രോത്തിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ആ സിനിമയ്ക്ക് ശേഷം നിരവധി സിനിമകളിൽ ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്ത് നമ്മുടെ മലയാളികളുടെ എല്ലാം ഹൃദയം കീഴടക്കി ഈ പെൺകുട്ടി, ഈ നായിക എന്ന് തന്നെ പറയാം. അതിനുശേഷം ശ്രീരാമരാജ്യം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഗ്ലാമറസ് വേഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പൗരാണികമായിട്ടുള്ള ഒരു രീതിയിൽ ഈ പെൺകുട്ടി തൻ്റെ കഴിവ് അവിടെ പ്രകടിപ്പിക്കുകയാണ്. കാരണം തനിക്ക് ഗ്ലാമറസ് വേഷം മാത്രമല്ല, തനിക്ക് തൻ്റെ കഴിവുകൾ കൊണ്ട് പല രീതിയിലുള്ള വേഷങ്ങളും തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഈ പെൺകുട്ടി തെളിയിക്കുന്നു. ആ ശ്രീരാമരാജ്യം എന്ന സിനിമയിൽ നിന്നാണ് ഈ നായികയുടെ കരിയർ വലിയ ഗ്രോത്തിലേക്ക് പോകുന്നത്. ഇന്നവർ സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ലേഡി സൂപ്പർ സ്റ്റാറാണ്. അതായത് കിങ് ഖാൻ എന്ന് വിളിക്കുന്ന ഷാരൂഖ് ഖാൻ്റെ ഒപ്പം അഭിനയിക്കാൻ വരെ അവസരം ലഭിച്ച ആ നായിക. നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ നായിക ആരാണ്. അതായത് സൂപ്പർ സ്റ്റാറുകളുടെ എല്ലാം കൂടെ അഭിനയിച്ച ഒരു നായികയാണ്. അതായത് വിജയ്, സൂര്യ, കമലഹാസൻ, രജനികാന്ത്, ജയൻ രവി, കിങ് ഖാനായിട്ടുള്ള ഷാരൂഖ് ഖാൻ, അങ്ങനെ നിരവധി താരങ്ങൾ, അതായത് മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെയുള്ള നിരവധി സൂപ്പർ താരങ്ങളുടെ കൂടെ അടുത്ത് നിന്ന് കിടപിടിച്ച് അഭിനയിച്ച ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പട്ടം നേടിയ നമ്മുടെ സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഡയാന എന്ന നയൻതാര. ഡയാന എന്ന പേര് നമുക്ക് ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയുള്ളൂ. സിനിമയിൽ വന്നതിന് ശേഷം കിട്ടിയ പേരാണ് നയൻതാര. സിനിമയിൽ, അതായത് അഭിനയ ജീവിതത്തിൽ മാത്രമല്ല ബിസിനസ് രംഗത്തും തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡയാന എന്ന നയൻതാര. ഇന്ന് നയൻതാര ഒരു സിനിമയ്ക്ക് വാങ്ങിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഊഹിക്കാവുന്നതേ ഉള്ളായിരിക്കാം. കാരണം നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള എന്തായാലും കാശുകളൊന്നും ആയിരിക്കില്ല നയൻതാര വാങ്ങുന്നത്. അതായത് സൗത്ത് ഇന്ത്യ മുഴുവൻ, അതായത് നിരവധി ഭാഷകളിൽ അഭിനയിക്കുന്ന നായികയാണ് നമ്മുടെ നയൻതാര. അതുകൊണ്ട് തന്നെ നയൻതാര ഒരു സിനിമയ്ക്ക് വേണ്ടി നയൻതാര വാങ്ങിക്കുന്ന പ്രതിഫലം എന്ന് വെച്ചാൽ 10 കോടി രൂപയാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമുക്കൊരു 10 കോടി രൂപ ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റിൽഡാണ് നമ്മുടെ ലൈഫ്. പക്ഷെ നയൻതാര ഒരു സിനിമയ്ക്ക് വാങ്ങിക്കുന്നത് 10 കോടി രൂപയാണ്. മാത്രമല്ല ഇതിന് പുറമെ നമ്മൾ കണ്ടിട്ടുണ്ട് നയൻതാര പല ആർട്സിലും നയൻതാരയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ചിലരൊക്കെ ഈ ആർട്സ് നമ്മളെ സ്പോൺസേഴ്സ് വന്ന് നമ്മുടെ പറയുകയാണ്, നിങ്ങൾ ഈ ആർട്സ് ചെയ്യണം എന്ന് പറയുകയാണ്. പക്ഷെ നയൻതാര ചെയ്യുന്നത് ചെയ്തിട്ടുള്ള ഈ ആർട്സിലെ എല്ലാം നയൻതാര അതിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്. അങ്ങനെയുള്ള ബ്രാൻഡ് അംബാസഡർ, അതായത് ചില കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡറാണ് നയൻതാര. അതിലൊന്നാണ് പോത്തീസ്, നമ്മുടെ തനിഷ്ക് ജ്വല്ലറി, ഉജാല, GRT ജ്വല്ലറി, ടാറ്റ സ്കൈ, ഫ്ലിപ്പോള, വോക്ക്മേറ്റ്, ദ ലിഗ്ബാം കമ്പനി തുടങ്ങിയവയുടെ എല്ലാം ബ്രാൻഡ് അംബാസഡറാണ് നമ്മുടെ നയൻതാര. അതായത് ഈ ബ്രാൻഡ് അംബാസഡർ ആയതുകൊണ്ടാണ് നയൻതാര ഈ ആർട്സിലെല്ലാം അഭിനയിക്കുന്നത് തന്നെ. ഈ ആർട്സിൽ അഭിനയിക്കാൻ വേണ്ടി തന്നെ 5 കോടി 6 കോടി രൂപയൊക്കെയാണ് നയൻതാര പ്രതിഫലമായിട്ട് വാങ്ങാറുള്ളത്. പൊതുവെ നമ്മുടെ സിനിമാക്കാർക്കെല്ലാം വാഹനങ്ങളോട്, അല്ലാതെ കാറുകളോടൊക്കെ ഒരു ക്രേസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ക്രേസ് ഉള്ള ഒരാളാണ് നമ്മുടെ നയൻതാര. നയൻതാരയുടെ വാഹന ക്രേസിൽ ഉള്ളതാണ് നമ്മുടെ Audi Q7, ബെൻസ് GL, ഫോർഡ് എൻഡോവർ, BMW 7 സീരീസ് തുടങ്ങിയവയൊക്കെയാണ് നയൻതാരയുടെ കാർ കളക്ഷൻസിൽ ഉള്ളത്. ഇതൊന്നും കൂടാതെ തന്നെ അവർക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ചെന്നൈയിൽ തന്നെ 2 BHKയുടെ 2 ഫ്ലാറ്റാണ് അവർക്കുള്ളത്. ഇതിന് പുറമെ അവർക്ക് നമ്മുടെ മലയാളിയാണ് നയൻതാര. അതുകൊണ്ട് തന്നെ കേരളത്തിലും അവർക്കൊരു വീടുണ്ട്. പക്ഷേ അതിൻ്റെ ബഡ്ജറ്റ്, അതായത് എത്രയാണ് എന്നുള്ള കാര്യം ഇതുവരെ പുറത്തു വിട്ടിട്ടൊന്നുമില്ല. ഇതുകൂടാതെ മുംബൈയിലും അവർക്കൊരു വസതിയുണ്ട്. അതായത് കടലിന് അഭിമുഖമായിട്ട്, കടലിനെ നമുക്ക്
കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫ് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാമെന്നുള്ള രീതിയിൽ വാങ്ങിയിട്ടുള്ള ഒരു വീട് അവിടെയുണ്ട്. പക്ഷേ അതിൻ്റെ എമൗണ്ടും എത്രയാണെന്നുള്ള കാര്യത്തിന് പുറത്ത് വിട്ടിട്ടില്ല അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും. ഹൈദരാബാദിലെ ബഞ്ചാര ഹിൽസിൽ 30 കോടി രൂപയുടെ ഒരു 2 ഫ്ലാറ്റും കൂടി നയൻതാരയ്ക്കുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അവിടെ എല്ലാം നയൻതാരയ്ക്ക് വീടുകളുണ്ട്, കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, കാർ കളക്ഷൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അത്യാവശ്യം നല്ല ഒരു കാശുകാരി കൂടിയാണ് നമ്മുടെ നയൻതാര. ഇത് കൂടാതെ അതായത് പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുള്ള ബിസിനസ്സിൽ ഇവർ നമ്മുടെ നയൻതാര ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് അവരുടെ ബിസിനസ് ഒന്ന് പച്ച പിടിച്ച് വരാനായിട്ട്, പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നയൻതാര. അങ്ങനെയുള്ള നയൻതാര ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ചായ്വാല, അതൊരു ബിവറേജ് ബ്രാൻഡാണ്. ഡിവൈൻ ഫുഡ്സ്, അതൊരു ഫുഡ് ടെക്നോളജി കമ്പനിയാണ്. പിന്നെ നമുക്കറിയാവുന്നതാണ് ലിപ് ബാമിൻ്റെ കമ്പനിയിൽ നയൻതാര ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ബിസിനസ്സിൽ ഒന്ന് പച്ച പിടിച്ച് വരാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നുണ്ട് നയൻതാര. അതായത് ഇതിനൊക്കെ പുറമെ നയൻതാര സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നയൻ സ്കിൻ എന്ന് പറയുന്ന ബ്യൂട്ടി പ്രോഡക്റ്റിൻ്റെ ബിസിനസ്, അതുപോലെ തന്നെ ഫെമി എന്ന പേരുള്ള സാനിറ്ററി പാഡ്സിൻ്റെ ബിസിനസ്, അതുപോലെ തന്നെ റൗഡി പിക്ചേഴ്സ് എന്നുള്ള പേരിൽ പ്രൊഡക്ഷൻ കമ്പനിയും സ്വന്തമായിട്ട് നയൻതാര തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം കൊണ്ട് നയൻതാര സമ്പാദിച്ചെടുത്തതിലെ നയൻതാരയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 223 കോടി രൂപയാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല 223 കോടി രൂപയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ നയൻതാര പല അലിഗേഷൻസിലും ഉൾപ്പെട്ടതാണ്. പ്രഭുദേവ അടക്കമുള്ള ആളുകളുടെ അലിഗേഷൻസിലൊക്കെ ഉൾപ്പെട്ട് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്നിട്ട് കൂടി അവർ സ്വന്തമായിട്ട് അവരുടെ സ്വന്തം കഴിവ് കൊണ്ടാണ് ഈ 223 കോടി രൂപ ആസ്തി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്.